മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മറ്റു വിഐപികളുടെയും സുരക്ഷയ്ക്കായി തലസ്ഥാന നഗരത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ആലോചന. ഇതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിനോട് DGP ആവശ്യപ്പെട്ടു. DGP വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സുരക്ഷ ചർച്ചയായി. ഗവർണർക്ക് നേരെ പാളയത്ത് കരിങ്കൊടി പ്രതിഷേധമുണ്ടായപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറോ ക്രമസമാധാന ചുമതലയുള്ള DGPയോ സ്ഥലത്തുണ്ടായിരുന്നില്ല. SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിലടിച്ചു. സംഭവത്തിൽ ഗവർണർ DGPയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതും യോഗങ്ങളിലും ദൈനംദിന പരിപാടികളിലും സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതും VIP സുരക്ഷയുടെ ഭാഗമാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി യോഗത്തിൽ വ്യക്തമാക്കി. VIP സുരക്ഷയ്ക്കായി മാത്രം DCP തസ്തിക സൃഷ്ടിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ക്രമസമാധാന ചുമതലയുള്ള DCPക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. VIP സുരക്ഷയിൽ നിന്ന് മാറ്റിയാലേ നഗരത്തിലെ മറ്റു ക്രമസമാധാന പ്രശ്നങ്ങളിലും കേസുകളിലും ഇടപെടാൻ കഴിയൂ എന്നും കമ്മീഷണർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി തലസ്ഥാനത്തുള്ള ദിവസങ്ങളിൽ 2-ലധികം സർക്കാർ പരിപാടികളെങ്കിലും മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട്. VIP ഡ്യൂട്ടി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിനായി മാത്രം മണിക്കൂറുകൾ ചെലവഴിക്കേണ്ട സാഹചര്യമാണ്. പ്രതിഷേധങ്ങളോ ക്രമസമാധാന പ്രശ്നമോ നഗരത്തിലുണ്ടായാൽ വേഗം സ്ഥലത്തെത്താനോ നടപടിയെടുക്കാനോ കഴിയാറില്ല. VIP സുരക്ഷയ്ക്കായി മാത്രം DCP തസ്തിക രൂപീകരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.